വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. ഗുരുതര വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഉറപ്പെല്ലാം വെറുതെ. കുഞ്ഞിന്റെ ആരോഗ്യ പരിശോധനകൾക്ക് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് പണം ഈടാക്കുകയാണ്. 250 രൂപ വീതം 2 തവണയാണ് ആശുപത്രിയിൽ നിന്നും ചികിത്സയ്ക്ക് പണം ഈടാക്കിയത്. സൗജന്യ ചികിത്സ നൽകുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതൊന്നും ആരോഗ്യവകുപ്പിൽ ആരും അറിഞ്ഞ മട്ടില്ല. ഗർഭകാലത്ത് കൃത്യമായി പരിശോധന നടത്താത്ത ഡോക്ടർമാർക്കെതിരെ നടപടി എടുത്തിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതെന്ന് വിശദീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുമില്ല. എന്നാൽ സ്വകാര്യ ലാബുകൾക്കെതിരെ നടപടി എടുക്കുകയും ചെയ്തു. അസാധാരണ രൂപത്തിൽ പിറന്ന കുഞ്ഞിന്റെ ചികിത്സ ഏറ്റെടുക്കാതെ ആരോഗ്യവകുപ്പ്. കുഞ്ഞിന്റെ തൈറോയിഡ് പരിശോധനയ്ക്ക് പണം വാങ്ങിയെന്ന് പിതാവ് കുറ്റപ്പെടുത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിങ്കളാഴ്ചയായിരുന്നു തൈറോയിഡ് പരിശോധന. അമ്മയും കുഞ്ഞും പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യം പോലും നിഷേധിച്ചെന്നാണ് പരാതി. കുഞ്ഞിന് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്ന സംഭവം വിവാദമായപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതരും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന ആരോഗ്യവകുപ്പിൽ നിന്നും തുടർചികിത്സ സംബന്ധിച്ച നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് ജില്ലാ ഉദ്യോഗസ്ഥരും കുഞ്ഞിന്റെ പിതാവിനെ അറിയിച്ചിട്ടുള്ളത്. ടാക്സി ഓടിച്ച് കുടുംബം പുലർത്തുന്ന കുട്ടിയുടെ അച്ഛൻ അനീഷിന് ഒരു ദിവസം മാത്രമാണ് ജോലിക്ക് പോകാൻ സാധിച്ചത്. കുട്ടിയുടെ ചികിത്സയ്ക്ക് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. കുഞ്ഞിന് വേണ്ട ആരോഗ്യ പരിശോധനകളും ചികിത്സകളും സർക്കാർ മെഡിക്കൽ കോളേജിലോ സ്വകാര്യ ആശുപത്രിയിലോ ചെയ്യുന്നതിന് സഹായം ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നതാണ്. എന്നിട്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പണം ഈടാക്കിയത് കുടുംബത്തിന് ഞെട്ടലായി. 7 തവണ സ്കാൻ ചെയ്തിട്ടും കുട്ടിക്ക് വൈകല്യമുണ്ട് എന്ന് കണ്ടെത്താനായില്ല. സർക്കാർ അവഗണനയ്ക്കെതിരെ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് കുടുംബം. കണ്ണിനും കാലിനും ജനനേന്ദ്രിയത്തിനുമൊക്കെ വൈകല്യങ്ങളോടെയാണ് കുഞ്ഞ് ജനിച്ചത്. വിഷയത്തിൽ കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണം എങ്ങുമെത്തുകയും ചെയ്തില്ല. ഗർഭകാല പരിചരണത്തിലും ചികിത്സയിലുമുണ്ടായ പിഴവാണ് കുട്ടിക്ക് ഗുരുതര വൈകല്യങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. സംഭവം വലിയ വിവാദമായതോടെ സർക്കാർ ഇടപെട്ടു. കുട്ടിയുടെ തുടർ ചികിത്സയെല്ലാം സൗജന്യമായിരിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുഞ്ഞിനെ വിവിധ പരിശോധനകൾക്ക് എത്തിച്ചപ്പോൾ പണം ഈടാക്കിയെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.